ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ വൈക്കം വരെ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സയാൻ റോഡിൽ കൂടെ കിടന്ന് ചാടി. നമ്മൾ എന്നിട്ട് ബസ്സൊക്കെ വരുന്ന റൂട്ടുണ്ട്, അവിടോട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് നമുക്കൊരു റിട്ടേൺ ഓട്ടോ കിട്ടി, അതേ കയറി. ഭയങ്കര തിരക്കാണ്, തന്നെ നിറച്ച ആളായിരുന്നു. നിന്നും ഒരു വിധത്തിലിരുന്നും ഒക്കെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലെത്തി. അങ്ങനെ നമ്മൾ നേരെ കാഞ്ഞിരപ്പള്ളിയിൽ സ്റ്റാൻഡിൽ വന്നിറങ്ങി സ്റ്റാൻഡിനകത്തോട്ട് കയറി പോവാണ്. സ്റ്റാൻഡിനവിടെ വന്ന് നിന്ന് ബസ് നോക്കി നിന്നു. ബസ് വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അടിപൊളി യാത്രയായിരുന്നു ബാക്ക് സീറ്റിലെ ഇരിപ്പ്. എല്ലാവരും നല്ലപോലെ ബസ് യാത്ര ആസ്വദിച്ചാണ് പോയത്, എൻജോയ് ചെയ്തു അടിപൊളിയായിട്ട്. ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നത്. എന്തോ വണ്ടർലായി പോകുന്ന ഒരു പ്രതിനിധിയായിരുന്നു എല്ലാവർക്കും. എന്നാലും എല്ലാവരും എൻജോയ് ചെയ്തു. ചാടി ചാടി അങ്ങനെ ഹമ്പൊക്കെ ചാടി തലയും മൂക്കും എല്ലാം ഇടിച്ച് അങ്ങനെ ഒരു വിധത്തിൽ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ തലയോലപ്പറമ്പ് എത്താറായി. തലയോലപ്പറമ്പിലെത്തി. അവിടെ നമ്മൾ ചെന്ന ഉടനെ എല്ലാവർക്കും വിശപ്പ്. ഒരു ബേക്കറി കയറി പപ്സും ഫ്രഷ് ലൈമും കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കസിനുണ്ട് അവിടെ, അവരുടെ അടുത്ത് പോയി. അപ്പോൾ അവർക്ക് ഒരു സ്കൂളിലൊരു അത്യാവശ്യത്തിന് പോകണം, അവിടെയും പോയി. അങ്ങനെ നമ്മുടെ കസിൻ്റെ വീട്ടിൽ വന്ന് അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പതിയെ ബൈക്കത്ത് പോകാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് റോഡിൽ ബസ് കയറാനായിട്ടുള്ള നടപ്പാണ്. അങ്ങനെ നമ്മൾ പുതിയ ബസ് സ്റ്റോപ്പിലെത്തി. വൈക്കം ബസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അത് നോക്കി ഇങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി സയാനും കൂടി ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേന് സയാൻ അവിടെ നിന്നൊരു പാവയൊക്കെ ആയിട്ട് അവിടെ നിന്ന് വന്ന് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേന് വൈക്കം ബസ് വന്നു. അതിൽ കയറി എല്ലാവരും കൂടെ ഇരുന്നു. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വൈക്കത്ത് അമ്പലത്തിൻ്റെ അവിടം വരെ എത്തി. ഇനി കുറച്ചുകൂടെ പോയാൽ മതി, നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തും. അവിടെ ബോട്ട് ജെട്ടിയുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് അക്കരയ്ക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ബോട്ട് ജെട്ടിയിലോട്ട് നടക്കുക. സയാമോ പിന്നെ അവിടെ നിന്ന് എടുത്ത പാവയൊക്കെ എടുത്ത് കുലുക്കി ഇങ്ങനെ നടപ്പുണ്ട്. ആ റോഡിൽ കൂടെ നടന്ന് നമ്മൾ നേരെ ഇത് ജങ്കാറാണ്. വണ്ടികൾ മാത്രം അക്കരയ്ക്ക് കൊണ്ടുവന്നത്. അതൊരു സെക്ഷനാണ്. പിന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ട് വേറൊരു സെക്ഷനാണ്. നമ്മൾ ബോട്ട് യാത്ര ചെയ്യുന്നതിനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട് നടന്നു പോവാം. നമുക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്.
നമ്മൾ ടിക്കറ്റ് എടുത്തു. അക്കരയ്ക്ക് 6 രൂപയാണ്. അവിടുന്ന് തിരിച്ച് നമ്മൾ അക്കരയിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വേണം ഇക്കരയ്ക്ക് വരാം. അതും 6 രൂപ തന്നെയാണ്. നമ്മളങ്ങനെ ബോട്ടിനകത്ത് കയറിയിരുന്നു. ബോട്ടിനകത്ത് വെള്ളത്തിൻ്റെ ഓളങ്ങളും വെള്ളവും ഒക്കെ കണ്ട് അടിപൊളി അന്തരീക്ഷമാണ്. അവിടുന്ന് അവർ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് തിരിക്കുവാണ്. തിരിച്ച് നമ്മൾ ഇവിടുന്ന് അക്കരെ എത്താനായിട്ട് ഒരു അരമണിക്കൂർ മിനിമം ഉണ്ട്. അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് കായലിൻ്റെ നടുക്കൂടുള്ള യാത്ര. അങ്ങനെ നമ്മൾ അക്കരെ എത്തി. അവിടെ ബോട്ട് അടുപ്പിച്ച് ആൾക്കാരിറങ്ങി. ഞങ്ങൾ അതിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പോയി വീണ്ടും അടുത്ത ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇക്കരയ്ക്ക് വീണ്ടും യാത്ര തുടർന്നു. നമ്മളങ്ങനെ ബോട്ടിൽ നിന്നിറങ്ങി അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് കയറുക. അവിടെ ഒരുപാട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സയാം പിന്നെ അതേന്ന് കളിക്കാനായിട്ട് അടുത്തോട്ട് നിറങ്ങാൻ പറഞ്ഞിട്ട് എനിക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചിറങ്ങി പോന്നു വെച്ചിങ്ങനെ. അങ്ങനെ നമ്മുടെ സമയം ഒരുപാടായി. അങ്ങനെ ഒരു മാംഗോ ബാറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കമാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലോട്ട് ഉള്ള നടപ്പാണ്. അങ്ങനെ നമ്മൾ വൈക്കം സ്റ്റാൻഡിലെത്തി. അവിടെ ഒരു പാല ലിമിറ്റഡ് സ്റ്റോപ്പ് കിടപ്പുണ്ട്. അതിനാണ് പാലായ്ക്ക് എത്തിയിട്ട് വേണം കാഞ്ഞിരപ്പള്ളിയിലെത്താൻ. ഞങ്ങളങ്ങനെ ബസ് കയറി യാത്ര തുടങ്ങി. തലവലപ്പറമ്പ് ചെന്നപ്പോഴേ മഴയ്ക്കുള്ള എല്ലാ മൂടലും എല്ലാം ഉണ്ട്. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് അടിപൊളി മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ബസ്സിൻ്റെ ഏറ്റവും പുറകിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് വീഡിയോ എടുത്തത്. നല്ല തിരക്കുണ്ടായിരുന്നു. മഴയായിരുന്നാലും നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പാലാ സ്റ്റാൻഡിൽ വന്നിറങ്ങി. കുറച്ചു നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു തിരുവനന്തപുരം ഫാസ്റ്റ് കിട്ടി. അതിന് ഞങ്ങൾ കയറി. ഞങ്ങൾ ആദ്യമായിട്ടാണ് പാലായിൽ നിന്ന് ഇപ്പം ബസ് കാഞ്ഞിരപ്പള്ളിക്ക് വരുന്നത്. അപ്പം അതുവഴി ഒരുപാട് തിരുവനന്തപുരം ബസ് പോയി. ഞങ്ങൾ അവിടെ വായി നോക്കി നിന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് കാഞ്ഞിരപ്പള്ളി വഴിയാണ് പോകുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞ് ഒരു ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് തിരുവനന്തപുരം ബസ് കാഞ്ഞിരപ്പള്ളി വഴിയാണ് പോകുന്നതെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരം ഫാസ്റ്റേ കയറി. അപ്പോൾ സമയം 6:45. അത് കഴിഞ്ഞ് നമ്മൾ കാഞ്ഞിരപ്പള്ളി വന്നു. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു വീട്ടിലോട്ട്.